ഇന്ന് ഞാനൊരു ആര്യ വർക്കില്ല ഒരു വർക്ക് എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ഇത്രയായിട്ടാണ്. ഇത് ഞാൻ പഠിക്കണതാണ് കേട്ടോ. പഠിക്കണമെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ടപ്പം ചുരിദാറിന് എന്തെങ്കിലും ചെയ്താലല്ലേ പഠിക്കുള്ളൂ. കറക്റ്റായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വരച്ചാക്കണത് കറക്റ്റായിരിക്കണം. അപ്പോഴാണത് വന്നത് കറക്റ്റായിട്ട് വന്നത്. ഡിസൈനിൻ്റെ ഭംഗി എപ്പോഴും വന്നത്. ഇപ്പം ആര്യ വർക്ക് അല്ലെങ്കിൽ മറ്റേതാണ് നമ്മൾ സാധാ എംബ്രോയ്ഡറി ചെയ്യുമല്ലോ, അതായാലും വര കറക്റ്റ് ആകുമ്പോഴാണ് ഇത് ഭംഗിയായിട്ട് വന്നത്. ഇന്നപ്പോൾ ഞാൻ മറ്റേ അവിടെ പഠിപ്പിച്ചാക്കണത് സ്ലിറ്റ് ഇട്ടാക്കണ ചുരിദാർ തയ്ക്കാനാണ് പഠിപ്പിച്ചാക്കണത്. അതിൻ്റെ പാറ്റേണാണ് വെട്ടി വെച്ചേക്കണത്. അപ്പോൾ കുറേ നാളെ ഞാൻ ഓർക്കണത് ഈ മറ്റേ പ്ലീറ്റ് ഇട്ട ചുരിദാറുണ്ടല്ലോ, മുകളിലത്തെ പാട്ടിൽ അങ്ങനത്തെ പ്ലീറ്റ് ഇട്ട ചുരിദാർ തയ്ക്കണമെന്ന് ഓർത്ത് കുറേ വീഡിയോ ഒക്കെ നോക്കി. എനിക്ക് ഇങ്ങനെ മനസ്സിലാവണ്ടായിരുന്നില്ല ഇതെങ്ങനെ വെട്ടണമെന്നേ. പിന്നെ ഞാൻ ഒരു ഇതിനെ അങ്ങനെ വെട്ടി ഒരു എന്താവുമെന്നറിയില്ല. തയ്ച്ച് വരുമ്പോഴാണ് ഇടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ് ഇടുന്ന ഭാഗം എങ്ങനെ അളവെടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ വീഡിയോ പറയണ്ടായത് ഒരു 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ചുരിദാർ വെട്ടുമല്ലോ, ഇവിടെ നിന്ന് ഒരു നമ്മൾ മടക്കിടുന്ന ഭാഗത്ത് 4 ഇഞ്ച് കൂടുതൽ എടുക്കണമെന്ന് പറഞ്ഞാൽ പറയണ്ടായത്. പിന്നെ എനിക്ക് സംശയം ഇത് ബാക്കിലും വേണമെന്നൊക്കെ സംശയമായി. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ ഒരു യുക്തിക്കാണ് ഞാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ പ്ലീറ്റ് ഇടുന്നില്ലല്ലോ, ബാക്കിൽ സാധാ ചുരിദാർ ചെയ്യണ പോലെ തന്നെ ആ പാറ്റേൺ എടുത്ത് വെട്ടി ബാക്ക് വെട്ടി. പിന്നെ 4 ഇഞ്ച് എടുത്ത് വെട്ടിയത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ മറ്റേ യോക്ക് പാട്ടുണ്ടല്ലോ, യോക്ക് പാട്ട് എന്നാണ് അതിനെ പറയണത്. യോക്ക് പാട്ട് വെട്ടി മാറ്റി കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള പാട്ടിലാണ് 4 ഇഞ്ച് എടുത്ത് വെട്ടിയേക്കണത്. വെട്ടി പ്ലീറ്റൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, സ്ലീവൊക്കെ വെട്ടി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് ഞാൻ ഓർത്ത് ഏതായാലും ശരിയാവുമെന്നറിയില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ തോന്നും നമുക്ക്. ഏതായാലും ചെയ്താലല്ലേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനോർത്ത് ആര്യ വർക്ക് ചെയ്യാനോർത്ത്. ആര്യ വർക്ക് ഇത് പക്ഷേ യുവായിട്ട് ചെയ്യാനായിട്ട് ഓർത്ത്. ഞാനിത് സ്ലോവിലാണ് ചെയ്യണത്. എല്ലാവരും ഇത് കുറേ ടൈം എടുക്കും ഞാൻ ചെയ്യുമ്പോൾ. വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ പെട്ടെന്ന് കുത്തിയെടുക്കണതൊക്കെ. പയ്യൊന്ന് തിരിക്കണം, ഇപ്പോഴാണ് ഇത് പോകുന്നത്. ചില നേരം പയ്യെ തിരിച്ചാലും പോരൂല കേട്ടോ. അങ്ങനെയും ഒരു കാര്യമുണ്ട്. ഇപ്പം അത് പോകുന്നില്ല. പിന്നെ ഈ ഭാഗം വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് ഇപ്പുറത്തെ ഭാഗം വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 14 നെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം വെച്ച് ചെയ്യുമ്പോൾ ഈ നൂല് പോരൂല ഇങ്ങോട്ട്. ഇത് കൊളുത്തണതിൻ്റെ ഒരു കണക്കുണ്ട്. സൂചിക്കൊരു മൊനയുണ്ട്, കൊളുത്ത് പോലെ ഇരിക്കുന്നൊരു സംഗതിയുണ്ട്. അത് പിടിച്ചാണ് നമ്മൾ ചെയ്യണത്. കണ്ടോ, ഇത് പയ്യൊന്ന് തിരിച്ചാൽ മതി. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നപ്പോൾ മൊത്തമിട്ട് തിരിച്ച് ആകെ നമ്മൾ മനസ്സുകൊണ്ടും വല്ലാണ്ടാവും. ഒന്നും ചെയ്താൽ ശരിയാവണില്ല നോക്കും. പിന്നെ ചെയ്താണ്ട കുറച്ചെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റിയേക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ആര്യ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ നെക്ക് ചെയ്ത് ശകരണത് ഇത് തയ്ച്ചെടുക്കണം. പിന്നെ ഞാൻ തയ്ച്ചിട്ട് ഞാൻ പിന്നെ കാണിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇട്ടും അടുത്ത ദിവസം കാണാം.